ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 2016 എനിക്കൊരു ഫുഡ് പോയ്സൺ ഉണ്ടായി. അതിൽ നിന്ന് എപ്പോഴും ഹൈ ആസിഡിക്, വയറ് വേദന, ഇങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടീസിൽ ഞാൻ പോയ സമയത്ത് ജനറൽ ഡോക്ടേഴ്സിനെ ദുബായിലാണ് കാട്ടിച്ചു. 3.5 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. യാതൊരു കുറവില്ല. എൻ്റെ പ്രോബ്ലം വളരെ വേഴ്സായി. പിന്നെ അവർ ഗ്യാസ്ട്രോ ഡോക്ടർക്ക് ആസ്ട്രൽ തന്നെ അവർ സജസ്റ്റ് ചെയ്തു. അങ്ങനെ 2.5 വർഷത്തോളം ഞാൻ ഈ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡോക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തത് എച്ച് പൈലോറിയ ബാക്ടീരിയ ആണ്. അതിന് ആൻറ്റിബയോട്ടിക്സ് എടുത്തു. എന്നാലും എൻ്റെ പ്രോബ്ലം IBSൻ്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഹൈ ആസിഡിക്, സ്റ്റൊമക്ക് പെയിൻ, ഇതൊക്കെയാണ്. വയറിൻ്റെ കണ്ടീഷൻ ടോട്ടലി അബ്നോർമൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു 2.5 വർഷത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ആഴ്ചക്ക് 2 പ്രാവശ്യമൊക്കെ പോയിട്ട് അസിഡിറ്റിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. അതേപോലെ തന്നെ പെയിൻ കില്ലർ ലിബ്രെക്സ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആയിരുന്നു ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ടായത് ആ സമയത്ത്. പിന്നെ വേറെ കുറേ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ, പ്രോബയോട്ടിക്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ 2.5 വർഷം ഈ ഒരു ലിബ്രാക്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ എടുത്ത സമയത്ത് ഞാൻ ഡോക്ടറിൻ്റെ എപ്പോഴും ചോദിക്കും, ഈ ടാബ്ലറ്റ് ഞാൻ ഇനി എപ്പോഴും എടുക്കണം. കാരണം രാവിലെ എണിക്കുന്ന സമയത്ത് എപ്പോഴും വേദന. ഓരോ ഫുഡുകൾ ഞാൻ ഇങ്ങനെ നോക്കി സൂക്ഷിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥ. അപ്പം 3.5 വർഷത്തോളം ജോലിക്കും പോയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇതിൽ നിന്ന് റിക്കവറായിട്ട് വരും. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ലൈഫ് തീർന്നു, ഞാൻ മരിക്കാൻ പോവാണെന്ന്. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ 2020 ഞങ്ങൾ ഒരു വെസ്റ്റേജിൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അപ്പം ഈ പെയിൻ കില്ലർ ഞാൻ എത്ര മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇതിൽ ലൈഫ് ലോങ് ഇങ്ങനെ ഒരു പെയിൻ കില്ലർ എടുത്തിട്ട് പോകാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എത്രത്തോളം അതിനെ അവോയ്ഡ് ഇതാക്കിയാലും പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വെസ്റ്റേജിൻ്റെ ഫൈബർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എടുത്തു നോക്കി. ഒരാഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും ഇല്ലെങ്കിൽ രാവിലെ ഒരു 4 മണി ആകുന്ന സമയത്ത് ഒരു പെയിൻ, അത് ഒരു കുറച്ച് ആ പെയിനിലൂടെയാണ് ഞാൻ എണീക്കാറുള്ളത്. അതേപോലെ തന്നെ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അതിൽ എനിക്ക് ഈ രീതിയിൽ പെയിൻ ഉണ്ടാവും. അപ്പം എനിക്ക് ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ നോട്ട് ചെയ്യും ഏത് ഫുഡിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞത്. അത് വളരെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അത് തന്നെയാണ് ഇറിറ്റേബിൾ ബൗൾ സിൻഡ്രോം എന്ന് അതിനെ പറയുന്നത്. അപ്പോൾ നോർമലി ആ ഒരു ഇതിലേക്ക് പോയ ആൾക്കാർ ചിലപ്പോൾ സുസൈഡിലേക്ക് പോലും തിങ്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. കാരണം അത്രക്കും സഫർ ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരാഴ്ചത്തോളം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ എൻ്റെ ഈ പെയിൻ എനിക്ക് മാറി കിട്ടി. അത് എനിക്ക് ചെറിയൊരു കാര്യമല്ല. കാരണം ഈ ലൈഫ് ലോങ് എടുക്കേണ്ട ടാബ്ലറ്റ്, ഈ ഒരു പ്രോഡക്റ്റ് ഫൈബർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്കതിൽ നിന്ന് റിക്കവറി കണ്ടതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. ഈ വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് വളരെ സീരിയസ് ആയി ഞാൻ ചിന്തിച്ച് തന്നാണ്. അതേപോലെ ഞാൻ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. അപ്പം ഈ കാരണം കൊണ്ടാണ് നമ്മൾ വെസ്റ്റേജ് ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് ലൈഫ് ആയിട്ട് ഞങ്ങൾ എടുത്തത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വേറൊരു പ്രോബ്ലം, ഒരു 18 വർഷത്തോളം ആൾ UAE പ്രവാസിയായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പം ആൾക്ക് എപ്പോഴും മൗത്ത് അൾസർ ഉണ്ട്. ഡോക്ടേഴ്സിന് എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ മൗത്ത് അൾസർ ഇല്ലാത്തൊരു സമയമില്ല. അങ്ങനെ മൗത്ത് അൾസറാണ്. അത് ചെറിയൊരു അൾസറയല്ല, വലിയ പുണ്ണുകൾ വായിൽ വരും. അപ്പം സ്മോക്കിങ്ങും ഡ്രിങ്കും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് എന്താ സൊല്യൂഷൻ നമുക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടറിൻ്റെ അടുത്ത് എപ്പോഴും പോകുമ്പോൾ ഞാൻ പറയും, ഡോക്ടർ ഇങ്ങനത്തൊന്നും ഒരു ഇതില്ല, പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കിത് റിക്കവർ ആകുന്നില്ല? അപ്പോൾ അവർ മൾട്ടിവിറ്റാമിൻസ് ഇങ്ങനത്തൊക്കെ കൊടുക്കൂ, അല്ലാതെ അതിൽ റിക്കവറി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെസ്റ്റേജിൻ്റെ ഈ ഒരു ആംല എന്ന് പറഞ്ഞ ഈ ഒരു സപ്ലിമെൻറ്റ്, നെല്ലിക്കൻ്റെ സപ്ലിമെൻറ്റ്, ഇത് യൂസ് ചെയ്തതിന് ശേഷം ആൾക്ക് ഈ ഒരു മൗത്ത് അൾസറിൻ്റെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് സുഖമായി. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. വലിയ പുണ്ണുകളാണ് ഈ വായിൽ, നാക്കിലും അതുപോലെ ലിപ്സിലും ഒക്കെ ആയിട്ട് ആൾക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു കംപ്ലീറ്റ് സൊല്യൂഷന് നമുക്ക് കിട്ടിയത് ഈ ആംല എന്ന് പറഞ്ഞ ഈ ഒരു സപ്ലിമെൻറ്റിലാണ്. അപ്പം എല്ലാവരും ധൈര്യമായിട്ട് വെസ്റ്റേജിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മളെ പാർട്ടായിട്ട് നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് കുറേ നമ്മളെ മെഡിസിനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ടുകൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം. അന്ന് ഈ ആ ഒരു രീതിയിൽ ഷെയർ ചെയ്താൽ മാത്രം
ആണ് ഇത് എല്ലാവരിലേക്ക് എത്തുക. അപ്പം അതുകൊണ്ട് എല്ലാവരും സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ വെസ്റ്റീജിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഫസ്റ്റ് ഞാൻ ഈ ഒരു ഇതിൽ വന്ന സമയത്ത് ഞാനും വളരെ ഒരു ഭയത്തോടെയായിരുന്നു ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾ യൂസ് ചെയ്തത്. കാരണം നമ്മൾക്കും അറിയില്ല, മുമ്പ് ബിസിനസ്സിൽ വരുന്നവർ നമ്മൾക്കും അറിയില്ല ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ പറ്റിയിട്ട്. ഈ ഡോക്ടർ എനിക്ക് ഇങ്ങനെ IBS ആയ സമയത്ത് ഫുഡ് സപ്ലിമെൻറ്റ് തന്ന സമയത്താണ് ഞാൻ ശരിക്കും ഒരു ചെറുതായി ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ പറ്റിയിട്ട് നോട്ട് ചെയ്തത്. അപ്പം മെഡിക്കലിലൊക്കെ നമ്മൾ ഫാർമസിയിൽ UAE പോകുന്ന സമയത്ത് കുറച്ച് ചെറിയ സെക്ടറൊക്കെ അന്ന് കണ്ടിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം എല്ലാം നമ്മൾക്ക് UAE നമ്മൾ പോയി ഒരു മെഡിക്കലിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് ഫ്രണ്ട് ഷോപ്പ് ഇൻസൈഡ് മുഴുവനും ഫുഡ് സപ്ലിമെൻ്റാണ്. ഓരോ ഏജ് വൈസ് കാറ്റഗറിയിൽ ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഫുഡ് സപ്ലിമെൻറ്റിനെ പറ്റിയിട്ട് അധികം അറിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റ് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മളെ ഹെൽത്ത് നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് കൊണ്ടുപോകാൻ. അതുപോലെ ഈ ഫുഡ് സപ്ലിമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്കുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ശരിയായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പം താങ്ക് യു വെസ്റ്റീജ്, ദിസ് വണ്ടർഫുൾ പ്രോഡക്റ്റ്. താങ്ക് യു.